എല്ലാവർക്കും ദീപാവലി ആശംസകൾ. പടക്കം പൊട്ടുന്ന സൗണ്ടാണ് കേട്ടോ ഇടയ്ക്ക് കേൾക്കുന്നത്. നമ്മൾ പിന്നെ തമിഴ്നാട്ടിലായതുകൊണ്ട് ആ ഒരു രീതിക്ക് പോകണമല്ലോ. ഇവിടെയുള്ളവർക്ക് ഭയങ്കര ആഘോഷങ്ങളാണ്. ഒരാഴ്ച മുന്നേ തുടങ്ങിയിട്ടോ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഒരുങ്ങി ഹാഫ് സാരിയൊക്കെ കൊടുത്തപ്പോൾ ആദ്യമോട് നേരെ വീഡിയോ എടുക്കണേൻ്റെ ഇയർച്ചീനും മുല്ലപ്പും ഒക്കെ നേരെ കാണിക്കാതെ നീ വൃത്തിക്ക് എടുക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയായിരുന്നു ഞാൻ. പിന്നെ അതേ മൊത്തത്തിലൊന്ന് കാണിക്കണം, ഞാനത് നടന്നു വരാമെന്ന് പറഞ്ഞൊരു ചെറിയൊരു പ്രഹസനമൊക്കെയാണ് കേട്ടോ ഏട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. Hey guys! Hi! Happy Diwali y'all! എല്ലാവർക്കും ദീപാവലി ആശംസകൾ. സോറി ഗൈസ്, ഞങ്ങൾക്ക് വരുന്നില്ല. അയ്യാ, ഇതാണ് മിഞ്ഞൊരു ഡ്രസ്സിലെ എൻ്റെ ജസ്റ്റ് ഓൾഡ് വൺ. സോ ഇനി നമ്മൾ പടക്കം എല്ലാം പൊട്ടിക്കാൻ പോണ്. സോ അങ്ങനെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്താൽ അപ്പം തന്നെ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യണമല്ലോ. എല്ലാവിടെയും ഇടണമല്ലോ. വാട്സപ്പിൽ ഇടണം, ഇൻസ്റ്റഗ്രാമിൽ ഇടണം, ഫേസ്ബുക്കിൽ ഇടണം. അതുമാത്രം പോരാ, പിന്നെ സ്റ്റോറി ഇടണം. അങ്ങനെ കുറേ നേരം അതൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പല ഭാഗങ്ങളിലായിട്ടാണ് ഓരോ ആൾക്കാർ അവിടെ ചെയ്യായിരുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ ഒട്ടും സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ശരി റോഡിലോട്ട് പോകാം. റോഡിലോട്ടാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. കാരണം ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവും, നമ്മളും ഉണ്ടാവും. അപ്പോൾ നല്ല രസമല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോവുകയാണ് കേട്ടോ. മിന്നുവിന് പിന്നെ പടക്കം പൊട്ടിക്കാനും പടക്കം പൊട്ടുന്നതും കാണാനും ഒക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് അവൾ നേരെ മാറിയിട്ട് സെക്യൂരിറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ആദ്യക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. ചെറിയ രീതിയിൽ എനിക്കും പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. മാറും ഞാനേ എനിക്ക് പേടിയടി. അതിനിടയ്ക്ക് ഞങ്ങൾ സ്വകാര്യം പറയണം കേട്ടോ. അതെന്താണെന്നല്ലേ, അത് പറയാൻ പറ്റില്ല, സ്വകാര്യമല്ലേ. സ്വകാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എൻ്റെ മുല്ലപ്പൂവും ഇയർച്ചേനൊക്കെ കേട് വന്നിട്ട് എന്നിട്ട് ആദ്യമായിട്ട് ഒന്ന് ശരിയാക്കി തടിയെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഞാനൊന്നും കമ്പിത്തിരിയല്ല, എന്താ പറയുക, മറ്റേ സാധനം ഉണ്ടല്ലോ പൂക്കുറ്റി. അത് പൂക്കുറ്റി അല്ല കേട്ടോ, വേറെ എന്തോ ഒരു ടൈപ്പാണ്. നമ്മൾ നാട്ടിൽ ചെയ്യുന്നതല്ല, വേറെ എന്തോ ഒരു സ്ക്വയറൊക്കെ ആയിട്ടൊരു സാധനമായിരുന്നു. അത് കുറേ പ്രാവശ്യം നോക്കിയിട്ട് അതൊട്ട് കത്തുന്നില്ല. ഇനിയിപ്പോൾ മഴ പെയ്ത് തണുത്തിട്ടാണോ എന്നറിയില്ല. പിന്നെ ഏട്ടൻ തന്നെ പോയി കൊളുത്തേണ്ടി വന്നു. നമ്മളിനി ആ സൈഡ് പോവാണ് കേട്ടോ. അവിടെ അടിപൊളിയായിരിക്കും. കുട്ടികളെ വേപ്പാ അങ്ങോട്ട് പോകാം കേട്ടോ. ആ സൈഡ് അവിടെ നിൽക്കും കേട്ടോ. നിൽക്കും ഓടട്ടെ കുട്ടികൾ ഓടി വരൂ. ഇവിടെ അടിപൊളി പരിപാടിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത്ര നേരം പുറത്തായിരുന്നു, ഗേറ്റിന് പുറത്തായിരുന്നു. ഇപ്പം നമ്മൾ ഉള്ളിലോട്ട് വന്നാണ് കേട്ടോ. ചേട്ടാ ഒന്ന് സൈഡിൽ നിൽക്കുമോ, ഒന്ന് കാണിക്കട്ടെ. ഇവിടെ സൂപ്പർ ഉണ്ടല്ലോ. ഇവിടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ തിരക്കാണ് കേട്ടോ. നമ്മൾക്ക് എടുത്താലോ ഫോട്ടോ?
നോക്കൂടെ ശ്വസക്കിന് നാളെ വൃത്തിയാക്കേണ്ട അവസ്ഥ. കാണുന്നതിൽ തന്നെ കുറേ മലയാളികളുണ്ട് അല്ലേ? ഈ നല്ല ഭംഗിയില്ലേ ലൈറ്റ്സ് കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഒരു കറക്കൊക്കെ കറങ്ങി നോക്കി ആരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെ നോക്കിയാലും എന്താല്ലേ, നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ ഇഷ്ടമല്ലേ ഫോട്ടോ എടുക്കുന്നതൊക്കെ. എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ. കുറച്ച് മുന്നേ പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നൊക്കെ ഈ റോഡിലൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുക, ഇങ്ങനെ റീലൊക്കെ എടുക്കുക. ഫോട്ടോ പിന്നെയും കുഴപ്പമില്ല, റീലൊക്കെ എടുക്കുക ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പം ആ മടിയൊന്നുമില്ല. പിന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്തെ ഇരുട്ടായപ്പോൾ ഇരുട്ടും ആ ലൈറ്റും എൻ്റെ ഡ്രസ്സ് നല്ല പളപളാന്നായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഫോട്ടോ കൂടെ എടുത്തു തരുമോ ചോദിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ കടക്കം പൊട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. പുറത്ത് പോകണം. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. 2 ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങിയില്ല. അപ്പോൾ ഉച്ചക്കലേക്കുള്ള ഫുഡൊക്കെ ഞാൻ 3-4 ഐറ്റം കറികളും ചോറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരി എന്തായാലും നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം, അടിപൊളിയല്ലേ വെളിയിലിറങ്ങുമ്പോൾ, ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഡിന്നർ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഡിന്നറില്ലാത്ത ഫട്ടൂഷ വന്നു ബിരിയാണി കഴിക്കാനായിട്ട്. ബിരിയാണി അല്ല, ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടുത്തെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏതാണ് ഇഷ്ടം ഫട്ടൂഷ് എന്ന് പറയുമ്പോൾ കുനാഫ. ഇവിടുത്തെ കുനാഫ വേറല്ലേ അത്. ഹായ് മിന്നു. ഒരു അമ്മച്ചി വൈബ്സ് ആണ് ഗൈസ്, അമ്മച്ചി വൈബ്സ്. ഗൈസ് നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്യണ് ഗൈസ്. എല്ലാവരും ദീപാവലിയായിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആർക്കും വീട്ടിൽ കഴിക്കാൻ യാ ഞാൻ ഭയങ്കര ബിരിയാണി പ്രാന്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അതിപ്പോൾ ഇന്ന ബിരിയാണി എന്നൊന്നുമില്ല, ഈ ഹൈദരാബാദി ബിരിയാണിയാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം. എനിക്ക് നമ്മുടെ നാട്ടിലെ വൈറ്റ് കളർ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഏട്ടനെ ഇട്ട് കൊടുത്തപ്പോഴിപ്പോൾ വേണ്ട, ഏട്ടൻ റൊട്ടി കഴിച്ചിട്ടേ ബിരിയാണി കഴിക്കുള്ളൂ എന്ന് പറയായിരുന്നേ. പിന്നെ ഇതേ തന്തൂരി ചിക്കൻ വന്നു. പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പനീർ ബട്ടർ മസാലയും ഏട്ടന് റൊട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഇന്ന് എനിക്ക് ശരിക്കും വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതേ ഇപ്പോഴും പടക്കം പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണേ. അപ്പോൾ ദീപാവലി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വലിയ രീതിയിലൊന്നുമില്ല, ഫുൾ പടക്കം പൊട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉദ്ദേശിച്ചത്. മൊത്തം രാവിലെ മുതൽ ഒരേ തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കണ്ടുവരും.